അപ്പോൾ ഈ ജെൻറ്റിൽ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് അലൗഡ് അല്ലാത്തതെന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അവരോട് കൺവേ ചെയ്ത് മനസ്സിലാക്കണം. അല്ലാണ്ട് അവരത് ആവശ്യപ്പെടുമ്പോൾ അവരോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടല്ല. അതുപോലെ തന്നെ ജെൻറ്റിൽ പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ആളുകൾക്ക് വരുന്നൊരു ഡൗട്ടാണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവർ വേണമെന്ന് പറഞ്ഞു, ഇപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം നമ്മൾ അവരോട് വളരെ മാന്യമായി തന്നെ കൺവേ ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ കരയുന്നു. അപ്പോൾ കരയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കരയുമ്പം അവർ കരഞ്ഞോട്ടെ, കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ടും കരയും, വിഷമം വന്നാൽ കരയും എന്ന് വിചാരിച്ച് അവരെ നോക്കാതിരിക്കുകയാണ് വേണ്ടത്. അല്ല, അവർ കരയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണല്ലോ. അവരെ നമ്മൾ ആശ്വസിച്ച് വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കിക്കണം. മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഡിസ്ട്രാക്ട് ചെയ്ത് വേറൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണം. അപ്പോൾ കരയുമ്പം കുഞ്ഞുങ്ങൾ വിഷമം വന്നതുകൊണ്ട് കരഞ്ഞാണ്, അങ്ങനെ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല. അവരെ ആശ്വസിപ്പിക്കണം. പക്ഷേ ആശ്വസിപ്പിക്കുന്നത് അവർ ആവശ്യപ്പെട്ട കാര്യം സാധിച്ചു കൊടുത്തുകൊണ്ടാവരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കരഞ്ഞാൽ കാര്യം സാധിക്കുമെന്ന് മനസ്സിലാക്കി അവർ വീണ്ടും അത് ചെയ്തു എന്ന് വരും. അതുകൊണ്ട് ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ ശരിക്കും സത്യം പറഞ്ഞാൽ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ അതെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യും? വഴക്ക് പറഞ്ഞോ ഭീഷണിപ്പെടുത്തിയോ ഒന്നും അല്ല. നമ്മൾ വീണ്ടും നമ്മൾ പറയുന്നു എങ്ങനെയാണ്, എന്താണ് ഒരു നല്ല ബിഹേവിയർ, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കടയിൽ പോകുന്നു, അത് വേണോ ഇത് വേണോ എന്നൊക്കെ പിള്ളേർ പറയുമോ? അങ്ങനെ എൻ്റെ മക്കൾ പോകുന്നതിന് മുന്നേ തന്നെ അവർ പറയും, ഒരു മുട്ടായി വാങ്ങിച്ചോളാം. ഞാൻ പറയാം, ആ മുട്ടായി വാങ്ങിക്കുന്നതും എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഞങ്ങളൊക്കെ തമ്മിൽ ഒരു ധാരണ എത്തിയിട്ടുണ്ട്. മുഴുവനോടെ കഴിക്കില്ല, മുറിച്ച് ഒരു പീസ് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജ് വെക്കും, അടുത്ത ദിവസമേ കഴിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ധാരണകൾ ഞങ്ങൾ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ കടയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കില്ല. എന്നാലും ചിലപ്പോൾ പറയും കേട്ടോ, അത് വേണമെന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറയും, ഇനി മാസം അമ്മയുടെ പൈസ ഇല്ല, ഇനി നോക്കട്ടെ, ഇനി എന്തെങ്കിലും ഒരു സാധനം അമ്മ വാങ്ങിച്ചു തരണമെന്ന് വിചാരിക്കുമ്പോൾ അത് ഞാൻ വാങ്ങിച്ചു തരാം. അങ്ങനെയൊക്കെയാണ് ഞാൻ അത്തരം സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുന്നത്. അത് ഒരു പ്രായം എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞാൽ ചിലപ്പം അതുവരെ എല്ലാം നടത്തി കൊടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം വളരെ കുഞ്ഞിലെ മുതലേ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന കാലം മുതലേ ഇതിങ്ങനെ പറഞ്ഞു പോകണം. അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ പിന്നീട് നമ്മളോട് പെരുമാറുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സത്യത്തിൽ അവർക്കിതെല്ലാം കുഞ്ഞിലെ തന്നെ അവർ വർത്തമാനം പറയാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ള കാര്യം.